ഹായ് ഹലോ, ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയാൻ മേലാത്ത ആരെയുള്ളത്? ആരും തന്നെ ഇല്ല അല്ലേ? എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അതിൽ ടൈം കണ്ടെത്തും അല്ലേ? പലരും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെയും അവരും സോഷ്യൽ മീഡിയയിൽ ഇന്ന് അഡിക്റ്റാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള പോലെ കളിക്കാനും പുറത്ത് പോയി കളിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ഒരു ഓടി ചാടിയൊക്കെ കളിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇന്നില്ല അല്ലേ? സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നിലെ മൊബൈലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ ലാപ്പിൻ്റെ മുന്നിലോ ഒക്കെ അവർ സമയം ചെലവഴിക്കും. അവരുടെ ലോകം എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു സ്ക്രീന് അല്ലെങ്കിൽ ചെറിയൊരു മൊബൈലാണ് അല്ലേ? അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ചൂസ് ചെയ്യും, പഠനത്തിൻ്റെ ആണേലും. പക്ഷെ അത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇന്ന് നമുക്കത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും അറിവുകൾ നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചൂസ് ചെയ്യാനോ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യാതെ പറ്റില്ല. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. അത് മിസ്യൂസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ തന്നെയാണെങ്കിലും നമ്മൾ തിരക്ക് പിടിച്ച് ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിൽ ഒരു പാട്ട് വെക്കോ, നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നമുക്കിഷ്ടമുള്ള നല്ല നല്ല മെലഡീസ് ആയിക്കോട്ടെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പം അതിങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് ആ പാട്ടിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പം ഒരു വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു കോമഡി വീഡിയോ കാണുക, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും മൂവി, ഇഷ്ടമുള്ള മൂവീസൊക്കെ കാണുക. പഴയ മൂവീസൊക്കെ ഉണ്ടല്ലോ, ഒരു പണ്ടത്തെ ലാലേട്ടൻ്റെ മൂവീസൊക്കെ, അങ്ങനത്തെ കുറേ മൂവീസൊക്കെ കാണുക. പിന്നെ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു മൈൻഡൊന്ന് കാമാക്കാൻ വരും അല്ലേ? മിക്ക ആളുകളിലും ഇന്ന് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മനസ്സൊന്ന് കാമാക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് തുറന്ന് വയ്ക്കാനോ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു അവസ്ഥയില്ല അല്ലേ? രാവിലെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ രാത്രിയാകുമ്പോൾ കയറി വരും, ജോലി കഴിഞ്ഞ് കയറി വരും, ഫുഡ് കഴിക്കും, പിന്നെ നാളത്തേക്ക് നാളെ പോകണമല്ലോ, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയുക, കിടന്നുറങ്ങുക. ഒരു മൈൻഡിനൊരു സന്തോഷം പണ്ടത്തെ പോലെ ഇങ്ങനെ എന്താ പറയുക, എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കാനോ സന്തോഷം കണ്ടെത്താനോ ഒന്നും ആർക്കും ഇന്ന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ലോകം അങ്ങനെയാണ്, തിരക്ക് പിടിച്ചൊരു ലോകമാണ്. പ്രത്യേകിച്ചും കൊറോണയൊക്കെ കഴിഞ്ഞതോടുകൂടി ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബിസിനസ് തകർച്ചകളും അതുപോലെ ഓരോരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ആ ഒരു രീതിയിൽ നമ്മളെ തിരക്ക് പിടിച്ച് അങ്ങനെ പോകുന്ന ഒരു കാലമാണ് അല്ലേ? പണ്ടെന്നൊക്കെ പറയുന്നത് ഒരു തറവാടായാലും മുത്തശ്ശിമാരുണ്ടാവും, മുത്തശ്ശന്മാരുണ്ടാവും, കുറേ കുഞ്ഞുങ്ങളുണ്ടാവും, അവരുടെ കഥകളും കളികളും ചിരികളും ഒക്കെ നിറഞ്ഞതായിരുന്നു. ഇന്നത്തെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട കുറേ അവിടെ ഇവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുത്തിയിരിക്കുക, അവരവരുടെ മൊബൈലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മൈൻഡൊന്നും ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും. അവരുടെ ഓരോരോ കാര്യങ്ങൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ആദ്യം നമ്മൾക്ക് കേൾക്കുമ്പോൾ അതങ്ങനെ ശരിയായിരിക്കാം, അല്ല അതങ്ങനെ എടുക്കാം, അതങ്ങനെ തന്നെയാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ അത് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അവരെന്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് മോട്ടിവേഷനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാലും അത് വളരെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ആ ടെൻഷൻ പിടിച്ച ലോകത്തിലേക്ക് നമ്മൾ യാത്രയാവും. പലപ്പോഴും നമ്മൾ കുട്ടികളെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൊക്കെ നമ്മൾ കൊണ്ടുപോകാറില്ലേ? അപ്പോൾ ആ ഒരു ക്ലാസ് അവർക്ക് കേൾക്കുമ്പോൾ ഞാൻ ഡോക്ടറാവും അല്ലെങ്കിൽ ഞാൻ എൻജിനീയർ ആവും, അതിന് വേണ്ടിയാണ് എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതൊക്കെ നിമിഷ നേരത്തേക്കേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മുടെ മനസ്സിൽ ഒരാൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നതിനൊരു പരിധിയില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ചോയ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്, നമ്മുടെ തീരുമാനമാണ് അല്ലേ? ഒരിക്കലും അതിന് ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ ഒരു ദുഃഖമാണേലും നമ്മുടെ മൈൻഡിൽ വല്ലാത്തൊരു വിഷമാവസ്ഥ വന്നു,
ഒരു പക്ഷേ നമ്മളെ ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരാൾക്ക് ഒരു നന്നായി മോട്ടിവേഷൻ അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ മനസ്സിനെ ഒരു കാമാക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുമായിരിക്കും. അത് ഒരു പരിധി വരെ. പിന്നീട് കൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമുക്കേ സാധിക്കുള്ളത്. ഇപ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ മനസ്സിന് തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മളെന്താണ് ആദ്യം, നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ തന്നെ നമ്മൾ ആദ്യം സ്നേഹിക്കുക. നമ്മളെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് അതുപോലെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ ലോകത്തിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുകയും നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു. അതൊക്കെ ഒരു നൈമിഷികമായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരിക്കലും സ്ഥിരമായിട്ടുള്ളൊരു കാര്യമേ അല്ല. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ആദ്യം നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, ആദ്യം നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ കുറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ കുറവുകളും കുറ്റങ്ങളും നികത്താൻ ശ്രമിക്കുക. എന്നിട്ട് മറ്റുള്ളവർ, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല അല്ലേ? സ്നേഹിക്കാനേക്കാളും കൂടുതൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ എന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ പറയുമ്പം മറ്റുള്ളവരും എന്താ പറയുക, അവരും അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലായിരിക്കില്ല അല്ലേ അവരെ സ്നേഹിക്കണം എന്ന്. നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ ചിലവരുണ്ട്, നമ്മൾ എത്ര സ്നേഹം ചൊരിഞ്ഞു കൊടുത്താലും തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു തരണമെന്നില്ല. അപ്പം അതിനൊന്നും ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ. നമുക്ക് കുറേ സ്നേഹമൊന്നും വാരിച്ചൊരി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഓരോ യൂട്യൂബിൽ ആയിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ, വീഡിയോസും ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിയാവണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ ഇന്നത്തെ ലോകം എങ്ങോട്ടാണ്, ഈ സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം ഇന്നത്തെ ഈ ലോകത്ത് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം വർക്കൗട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ഒരു ബിസിനസ് രീതിയിൽ കാണുന്ന ആളുകളാണ്. അവരവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി, അവരവരുടെ എന്തെങ്കിലും ഒരു എന്താ പറയുക ലഭ്യതയ്ക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് സ്നേഹവും അതിൻ്റെ ബേസിസിലാണ് എല്ലാം പോകുന്നത് അല്ലേ? ഇപ്പം നമ്മൾ പറയും, ഞാൻ എൻ്റെ മോളെ അല്ല എൻ്റെ മോനെ ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നു, അവനെ ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നു, നോക്കുന്നു. നമ്മൾ കുറേ കണക്ക് പറയും മക്കളുടെ അടുത്ത്. ഞാൻ നിന്നെ അങ്ങനെ നോക്കി, നിന്നെ ഇങ്ങനെ നോക്കി, നിനക്ക് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പം അവർ പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ കാരണമാണ് അവർക്ക് ഒരു ജന്മം ലഭിച്ചത്. നമ്മൾ തന്നെ അവർക്ക് ജന്മം കൊടുത്ത നമ്മൾ തന്നെ അവരോട് കണക്ക് പറയുകയാണ്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ അവർ തിരിച്ച് ചോദിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ അല്ലേ? ചോദിക്കില്ലേ? കുഞ്ഞുങ്ങളാണേലും ചോദിക്കും. നമ്മൾ എന്തൊക്കെ വാരിക്കോരി കൊടുത്താലും ഒരു പരിധി വരെ എല്ലാം നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എന്താ പറയുക, അകന്നകന്നു പോകും. അതാണ് ഈ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹിക്കപ്പെടാന്ന് പറയുന്നതൊക്കെ വളരെയധികം എന്താ പറയുക അമൂല്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ പുറകെ പോയി ഡിപ്രഷൻ അടിച്ചിരിക്കാതെ എന്തെല്ലാം സംഭവങ്ങളാണ് വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ സീരിയൽ നടികൾ ആത്മഹത്യ ചെയ്തു. എന്തെല്ലാം ഇഷ്യൂസ്, പിന്നെ നമ്മളറിയാതെ തന്നെ എന്തെല്ലാം പ്രണയ നൈരാശ്യം വന്ന് കുറേ ആളുകൾ അങ്ങനെ മരിക്കുന്നു. ഈ മരിക്കുന്നവർ അവർക്ക് ഉള്ള നഷ്ടം, അവർ നഷ്ടപ്പെട്ട ആളുടെ നഷ്ടം എന്ന് പറയുന്നത് ഈ എതിരെ നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് നഷ്ടമാവില്ല. ഏറ്റവും കൂടുതൽ അവരുടെ വീട്ടുകാർക്ക്, അവരുടെ അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാവും, അല്ലാണ്ട് വേറെ ഒരാൾക്കും ഒരു നഷ്ടവും ഇല്ല. നമ്മുടെ നൈമിഷികമായ നേരത്ത് തോന്നുന്ന
ഒരു മനസ്സിൻ്റെ ഒരു തോന്നലാണ് ഈ ആത്മഹത്യ രീതിയിലേക്കൊക്കെ പോകുന്നത്. അതിനോടൊന്നും നമ്മളതിനെ അവരുടെ മനസ്സിൻ്റെ വിഷമത്തെ ചെറുതായി കാണുന്നൊന്നുമല്ല. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മളവിടെ ശൂന്യമാകുന്നു എന്നല്ലാണ്ട് നമ്മുടെ ഒരു സ്ഥാനം അവിടെ ഇല്ലാണ്ടാവുന്നു. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മളെ നഷ്ടമാവുന്നു. ഈ വേണ്ടപ്പെട്ടവരാണേലും മക്കളാണേലും അമ്മയച്ഛനും ആണേലും ഒക്കെ ആണേലും അവർ കുറേ നാൾ കഴിയുമ്പോൾ അതിനോട് യൂസ്ഡായി പോകും. പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിച്ചിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ആ ഒരു കാര്യം അവിടെ ഇല്ലാണ്ടാവുകയാണ്. പിന്നെ നമ്മളെന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഇല്ലാണ്ടാവുകയാണ്. അതിൻ്റെ നഷ്ടം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്ന ആ ഒരു ടൈം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇങ്ങനത്തെ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ദിവസം യൂട്യൂബിലോ ആയിക്കോട്ടെ ഫേസ്ബുക്കിലോ എവിടെ ആയിക്കോട്ടെ നമ്മളിങ്ങനെ ഓരോ ദിവസം കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ.